ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ വരെയുള്ളവർ കുടുംബാധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് പ്രിയങ്ക വരെ കുടുംബാധിപത്യത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ശശി തരൂർ കോൺഗ്രസ് MP സാർ ഉൾപ്പെടെ ഇവിടെ വലിയ തോതിൽ അത് ചർച്ചയും ചെയ്താണ്. പക്ഷേ ഇപ്പോൾ ഒരു സംശയം, നെഹ്റു തന്നെയാണോ ഈ കുടുംബാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നത്, അതോ ഇടനിലക്കാരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? പ്രധാനപ്പെട്ട ഒരാൾ കാമരാജ് നാടാർ എന്ന് പറയില്ലേ, അതെ, പാർക്കലാവ് എന്ത് പറഞ്ഞാലും പാർക്കലാവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത്. ഈ കാമരാജിന് അതിൽ വലിയ റോളുണ്ട് ഈ കുടുംബാധിപത്യം. അതായത് ഇന്ദിരാഗാന്ധിയെ നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ വന്നല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രി ദുരൂഹ സാഹചര്യത്തിൽ താഷ്കണ്ടിൽ മരിച്ചുപോയി. പാകിസ്ഥാനുമായിട്ടുള്ള ഉടമ്പടി ഒപ്പിട്ട ശേഷം മരിച്ചത്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയെ പിന്നെ കൊണ്ടുവരുന്നതിൽ കാമരാജിന് വലിയ റോളുണ്ട്. പക്ഷെ അതേസമയം കാമരാജ് പ്ലാൻ എന്ന് പറഞ്ഞ് ആ കാലത്ത് വളരെ അറിയപ്പെടുന്നൊരു പദ്ധതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നെഹ്റുവായിട്ടൊക്കെ അങ്ങനെ സമരസപ്പെട്ട് പോകാതിരിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, അതായത് പ്രാദേശിക തലവന്മാരായി പൊങ്ങി വരുന്ന ഈ മുഖ്യമന്ത്രിമാരായുള്ള ഒരു അധികാര സ്ഥാനങ്ങൾ ആവുമല്ലോ ഓരോ സംസ്ഥാനത്ത്. അങ്ങനെയുള്ള ഈ പ്രാദേശിക മാടമ്പിമാരായിട്ട് വരുന്ന ആളുകളെ ഒതുക്കാൻ നെഹ്റു തന്നെ കാമരാജിനെ കൊണ്ട്, കാമരാജ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും ഒക്കെ ആയിട്ട് വന്നിട്ട് കാമരാജ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നടപ്പാക്കി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാമരാജ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ രാജിവെക്കുക എന്നിട്ട് അവർ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അപ്പോൾ ഒറ്റയടിക്ക് ഈ ഓരോ സംസ്ഥാനത്തെ എതിരാളികളെയൊക്കെ നെഹ്റുവിന് ഒതുക്കാൻ പറ്റി. ഇങ്ങനെയാണ് കാമരാജ് ഒരു വലങ്കയായിട്ട് നെഹ്റുവിൻ്റെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ലാൽ ബഹദൂർ ശാസ്ത്രിയും കാമരാജും ഈ എന്താ പറയുക, ഒരു ഇടക്കാല സെറ്റപ്പ് എന്ന് പറയില്ലേ, ഇന്ദിരാഗാന്ധി വരാനുള്ള ആ ഇടക്കാല സെറ്റപ്പിൽ അവർ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ എന്നാൽ നെഹ്റു അല്ലേ അവരെ കൊണ്ടുവന്നത് അല്ലേ? നിർദോഷികളാണ്, നിഷ്കളങ്കരാണ്, ഏത് സമയത്ത് അവർ ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ മാറിക്കൊടുക്കാനും ഒക്കെ തയ്യാറുള്ളവരാണ് അല്ലേ? അങ്ങനെ വിശ്വസ്തരെ കൊണ്ടുവന്നു. അപ്പം നെഹ്റു തീരെ അറിയാതെ നെഹ്റു ഈ കുടുംബാധിപത്യം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീരെ അറിയാതെയാണ് എന്നൊരു വാദം ചിലർക്കുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നെഹ്റു എടുത്തു വച്ചിരിക്കുന്ന ഈ രണ്ടുപേരും ആ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിലുള്ള ആളുകളെയാണല്ലോ എടുത്തു വെക്കുന്നത്. നമ്മുടെ മുമ്പിൽ പല ആളുകളും മുഖങ്ങളും ഓർമ്മ വരുന്നില്ലേ, ഇങ്ങനെ എന്തും പറഞ്ഞാൽ കേൾക്കുന്ന. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ധാരാളം ആളുകളില്ലേ കൂടെ നടക്കുന്ന ആളുകൾ, ഈ സീതാറാം കേസരിയൊക്കെ പോലുള്ള. അപ്പോൾ കാമരാജ് 1960കളിൽ കിങ് മേക്കർ ആയിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ്. 1964 ഈ നെഹ്റുവിന് ഹൃദയാഘാതം വന്നു. 1964 ആയപ്പോൾ നെഹ്റു ഒരു പരാജയപ്പെട്ട നേതാവായി മാറിയിരുന്നു. ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്ക് തകർന്ന് തരിപ്പണമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1962 യുദ്ധം തോറ്റുപോയി. അതിനു മുമ്പ് തന്നെ കേരളത്തിൽ 1959 സർക്കാരിനെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തില്ലേ. 1962 യുദ്ധം തോറ്റതോടുകൂടി ഏതാണ്ട് പൂർണ്ണമായി. ഇങ്ങനെ രാജിവെച്ചിട്ട് ഹിമാലയത്തിലേക്ക് പോയപ്പോൾ ഈ ബ്രഷ്നേവൊക്കെ ഇടപെട്ട്, നമ്മുടെ സോവിയറ്റ് യൂണിയൻ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവന്നാണെന്നൊക്കെ ഗോപാൽ, ഡോക്ടർ രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ നെഹ്റുവിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹൃദയാഘാതം ഉണ്ടായപ്പോൾ നെഹ്റു എൻ്റെ പിൻഗാമി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞത്രേ. എൻ്റെ പിൻഗാമി അദ്ദേഹമായിരിക്കും. അപ്പോൾ പിൻഗാമി എന്നാലും പാർട്ടി തിരഞ്ഞെടുത്തോട്ടെ എന്നും നെഹ്റു പറഞ്ഞു. അത് ഈ ലാൽ ബഹദൂർ ശാസ്ത്രി എ ലൈഫ് എന്ന് പറഞ്ഞ് CP ശ്രീവാസ്തവ് എഴുതിയൊരു പുസ്തകത്തിൽ പിൻഗാമി എൻ്റെ മകൾ ആകണം എന്നില്ല, ലാൽ ബഹദൂർ ശാസ്ത്രി ആകട്ടെ എന്ന് നെഹ്റു പറഞ്ഞതായിട്ടാണ് പറയുന്നത്. എൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല.
ജയ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഏറ്റവും അവസാനം നെഹ്റുവിന്റെ മരണത്തിന് മുമ്പ് 64 മരിക്കുകയാണല്ലോ, അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ജയ്പൂർ സമ്മേളനത്തിൽ നെഹ്റു പറഞ്ഞു, ഈ ഇങ്ങനെയുള്ള കൈമാറ്റം, പിൻഗാമിത്വം അത് സ്വത്ത് പോലെ കൈമാറേണ്ട ഒന്നല്ല, സേവനം, ത്യാഗം തുടങ്ങിയ വഴി ആളുകൾ നേടിയെടുക്കേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടു എന്നാണ് പറയുന്നത്. 1966 ജനുവരി, ഇനി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്നു നെഹ്റുവിന് ശേഷം. അദ്ദേഹം താഷ്കൻഡില് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. മറ്റേ CIAക്ക് വേണ്ടി KGB കൊന്നതാണെന്നാണ് CIA ഓഫീസർ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1966 ജനുവരി 11, 1966 ജനുവരി 11 പുലർച്ചെ 1:32. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുലർച്ചെ 1:32 ആകാശവാണി പ്രക്ഷേപണം ചെയ്യാണ് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കൻഡിൽ മരിച്ചു. വല്ലാത്തൊരു സമയത്താണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. പുലർച്ചെ 1:32 വരുന്നു. ഹൃദയാഘാതം കൊണ്ടാണ് ശാസ്ത്രി മരിച്ചതെന്ന് AR ആകാശവാണി ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ അവിടെ പാകിസ്ഥാനുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പിടാൻ പോയതാണ്, ഒപ്പിട്ടിരുന്നു. അപ്പോൾ മദ്രാസ്, ലക്നൗ, പാട്ന, ബോംബെ നഗരങ്ങളിലൊക്കെ ഉടനെ ഫോണുകൾ ചലക്കാനോ ഒക്കെ തുടങ്ങി. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് അന്ന് കോൺഗ്രസിലുണ്ട്. ഇന്ദിരാഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനുമെതിരെ സിൻഡിക്കേറ്റ് വളരെ ആക്റ്റീവായി ഈ ജീവൻ വെച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മൊറാർജി ദേശായിക്ക് അന്ന് 69 വയസ്സാണ്, സിൻഡിക്കേറ്റിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അങ്ങേര് 1964 ജൂണിൽ ശാസ്ത്രിയെ പിൻഗാമി ആക്കിയത് തീരെ പിടിച്ചില്ല മറ്റേ മൊറാർജി ദേശായി ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി, സീനിയോറിറ്റി അങ്ങേർക്കാണെന്നൊരു അഭിപ്രായം അങ്ങേർക്കുണ്ടായിരുന്നു. അപ്പോൾ പാർലമെന്ററി ബോർഡിൽ മത്സരം നടന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മുടെ ഇയാൾ മൊറാർജിയും തമ്മിൽ 153-69 ലാൽ ബഹദൂർ ശാസ്ത്രി ജയിക്കുകയാണ്. അതാണ് സിൻഡിക്കേറ്റ്. രാവിലെ ഡൽഹിയിലെത്തി അന്ന് മൊറാർജി. അടുത്ത ദിവസം രാവിലെ തന്നെ എത്തി മുംബൈയിൽ നിന്ന്. ഈ 1 സഫ്ദർജംഗ് റോഡ് വസതി മൊറാർജിയുടെയാണ്. മൊറാർജി അവിടെ ആക്റ്റീവായി 1964 മുതൽ അങ്ങേര് കുപ്പായം തയ്പ്പിച്ച് ഈ വസതിയിലായിരിക്കും ഞാൻ പ്രധാനമന്ത്രി ആവുക എന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. MP മാരെയൊക്കെ വിളിച്ചു അങ്ങേര് ഫോണിൽ. 12 കൊല്ലം ബോംബെയിൽ അങ്ങേര് ഇരിക്കുകയാണ്. MP ആണ്, സീനിയർ മോസ്റ്റാണ്. അപ്പോൾ ആണ് കുമാരസ്വാമി കാമരാജ്, കാമരാജ് രംഗത്ത് വരുന്നത്. മദ്രാസിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കാമരാജ് പ്ലാൻ അനുസരിച്ച് 1963 അദ്ദേഹം തന്നെ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതാണ്. നേരത്തെ പറഞ്ഞല്ലോ. എപ്പോഴും ചാർമിനാർ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. പക്ഷേ ഈ തെക്ക് ഭാഗത്തെ 103 MP കോൺഗ്രസ് തെക്കൻ സംസ്ഥാനങ്ങളിൽ. ഈ MP-മാരൊക്കെ കാമരാജ് പറഞ്ഞാൽ കേൾക്കുന്ന MP-മാരാ. അതാണ് ശക്തി. ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം 103 MP-മാർ. 1964 ശാസ്ത്രിയെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമമൊക്കെ ധാരാളം നടത്തിയ ആളാണ് അന്ന് മൊറാർജി. പക്ഷേ ശാസ്ത്രിക്ക് അനുസരണയുണ്ട്, മൊറാർജിക്കാണെങ്കിൽ ധാർഷ്ട്യമുണ്ട്. ഈ രണ്ടുപേരെയും സിൻഡിക്കേറ്റ് ഈ കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷെ മൊറാർജി ഇങ്ങനെ കാമരാജ് പ്ലാനിലുമൊക്കെ മൊറാർജി തട്ടിപ്പോവുകയും ലാൽ ബഹദൂർ ശാസ്ത്രി മുകളിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ അനുസരണയുണ്ട് എന്നുള്ളതായിരുന്നു
ശാസ്ത്രിയുടെ പ്ലസ് പോയിന്റ്. 1964 മുതൽ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് കാമരാജ്. കോൺഗ്രസ് പ്രസിഡന്റ് ആണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 2 കൊല്ലം പ്രാദേശിക നേതാക്കളുമായിട്ടൊക്കെ സഖ്യം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം രൂപീകരിച്ചിരുന്നു പല സ്ഥലത്തെ നേതാക്കളെ. ബംഗാളിൽ അതുല്യ ഘോഷ്, മൈസൂരിൽ നിജലിംഗപ്പ, ബോംബെയിലെ എസ്.കെ. പാട്ടീൽ വലിയ ശക്തനാണ്, പിന്നെ ആന്ധ്രയിൽ യുവാവായ സഞ്ജീവ റെഡ്ഡി, ഇങ്ങനെ ആളുകളെയൊക്കെ വരുതിയിലാക്കി വെച്ചിരുന്നു. ജനുവരി 13 ശാസ്ത്രി ഈ വെല്ലിംഗ്ടൺ ക്രസന്റ് സിൻഡിക്കേറ്റ് മീറ്റിംഗ് അവിടെ എത്തി. പിന്നെ ഉത്തർപ്രദേശിൽ നിന്ന് CB ഗുപ്ത വന്നു. താൽക്കാലിക പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ. അപ്പോൾ ഈ ഗുൽസാരിലാൽ നന്ദയെ ഈ യോഗത്തിലേക്ക് വിളിച്ചില്ല, ഈ കാമരാജിൻ്റെ യോഗത്തിലേക്കൊന്നും വിളിച്ചില്ല. അപ്പോൾ കാമരാജ് പറഞ്ഞു ഇവരോട്, മൊറാർജി പിളർക്കും, ഈ കോൺഗ്രസിനെ മൊറാർജി പിളർക്കും. മദ്യനിരോധനം, ഗോവധം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അയാൾക്ക് പ്രാധാന്യം. സോഷ്യലിസ്റ്റ് വിരുദ്ധനാണ് അയാൾ, പിന്നെ സ്വന്തം മൂത്രം കുടിക്കുന്ന ആളുമാണ്, അതുകൊണ്ട് അയാൾ നമുക്ക് പറ്റില്ല. പിന്നെ ഗുൽസാരിലാൽ നന്ദ, ജഗജീവൻ റാം തുടങ്ങിയവരുടെ പേരുകൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു സ്വാഭാവികമായും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇന്ദിരയോ എന്ന് ചോദിച്ചു. ചിലപ്പോൾ കാമരാജ് പറഞ്ഞിട്ടായിരിക്കാമല്ലോ. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി ആയിക്കൂടാ? 48 വയസ്സാണ് അന്ന് ഇന്ദിരാഗാന്ധിക്ക്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററാണ് അവര്. ഇന്ദിരാഗാന്ധിക്ക് പ്രാദേശിക സ്വാധീനമില്ല. അവര് ഗൂങ്കി ഗുഡിയ എന്നാണ് അന്ന് കോൺഗ്രസിൽ അറിയപ്പെട്ടിരുന്നത്. ഹിന്ദി പ്രയോഗം ഗൂങ്കി ഗുഡിയ എന്ന് പറഞ്ഞാൽ മ്യൂട്ട് ഡോൾ, സംസാരിക്കാത്ത പാവ, അങ്ങനെയാണ് അന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇന്ദിരാഗാന്ധി ആക്കാം എന്ന് കാമരാജിന്റെ നേതൃത്വത്തിൽ ഇവർ തീരുമാനിക്കുന്നത് എന്താണെന്നറിയോ? ഇവർ അനുസരണയോടുകൂടി നമ്മൾ പറഞ്ഞൊക്കെ കേട്ട് ഇരുന്നോളും. ഗൂങ്കി ഗുഡിയ, മിണ്ടാത്ത പാവ അവിടെ ഇരുന്നോളൂ. കാരണം പിൽക്കാലത്ത് കാണുന്ന ഇന്ദിരാഗാന്ധി അല്ലത്. അപ്പോൾ ഗുൽസാരിലാൽ നന്ദ, ജഗജീവൻ റാം, ചരൺ സിംഗ്, മൊറാർജി ദേശായി ഇവരൊക്കെ അങ്ങനെ വെട്ടപ്പെടുക ആണ്. ജനുവരി 14, 18 തീയതികളിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. CB ഗുപ്ത ഉത്തർപ്രദേശിൽ ചരൺ സിംഗ് വിരുദ്ധനായിരുന്നു. അപ്പോൾ CB ഗുപ്ത ഈ ഗ്രൂപ്പിൽ ചേർന്നു. ചരൺ സിംഗ് പ്രധാനമന്ത്രിയാകാൻ പാടില്ല, വെട്ടാൻ CB ഗുപ്ത ചേർന്നു. CB ഗുപ്തയുടെ കയ്യിൽ 70+ MP-മാരുണ്ടായിരുന്നു. ഉത്തർപ്രദേശല്ലേ, 70+ MP-മാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി സംസ്ഥാനങ്ങളിൽ ഇടപെടരുത് എന്നൊരു ഉപാധി CB ഗുപ്ത വെച്ചു. അയാൾ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളും. SK പാട്ടീൽ, മൊറാർജി പ്രധാനമന്ത്രിയാകുന്നത് SK പാട്ടീലിന് താല്പര്യമില്ല, മഹാരാഷ്ട്ര. അങ്ങനെ മൊറാർജി ദേശായിയെ SK പാട്ടീലും കൈയൊഴിഞ്ഞു. SK പാട്ടീലാണ് അയാൾ നെഹ്റുവിന്റെ കാലത്ത് തന്നെ ശക്തൻ. ജനുവരി 19 പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. കോൺഗ്രസിന്റെ 524 മെമ്പർമാരാണല്ലോ ആകെ. ഇന്ദിര, മൊറാർജി പെട്ടികളിലാണെന്ന് വോട്ട്, ബാലറ്റ് പേപ്പർ ഓർക്കുന്നില്ലേ? കാളപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പെട്ടികളിലാണല്ലോ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ദിരയുടെ പടം, ഇന്ദിര പെട്ടി 1, മൊറാർജി പെട്ടി 1. 7 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് കൗണ്ടിങ് തുടങ്ങി. 9:15 രാത്രി ബലം പ്രഖ്യാപിച്ചു. ട്രഷറർ സാദിഖ് അലിയാണ് ബലം പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് 355 വോട്ട്, മൊറാർജി ദേശായിക്ക് 169 വോട്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടാണ് ഇന്ദിരാഗാന്ധി വരുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ 355, 169. അപ്പോൾ 1971 ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റിനെ ശരിപ്പെടുത്തി.
ഏതാണ്ട് 1969 പിളർപ്പും ഒക്കെ വരുന്നുണ്ടല്ലോ, അതെ. കോൺഗ്രസ്സിലെ പിളർപ്പും ഒക്കെ. അപ്പോൾ 1975 കാമരാജ് അവസാനിക്കുന്നു. കാമരാജിൻ്റെ യുഗം ഒക്കെ അങ്ങ് തീരുന്നു. 1975 സിൻഡിക്കേറ്റ് മൊത്തത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇന്ദിരയുടെ യുഗമാണ്. ഇന്ദിര കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ രാജീവിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ മറ്റേ നരസിംഹറാവു ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ, ഒക്കെ പോകുന്നുണ്ട്. നെഹ്റു വംശാധിപത്യം, ഇപ്പോൾ ഈ തരൂർ പറയുമ്പോൾ തരൂരിനെ വിമർശിക്കുന്ന അവസാനം KC വേണുഗോപാൽ വരെ പറയുന്നത് വലിയ സ്വാതന്ത്ര്യ സമര പങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ലേ പറയുന്നത്. ഇപ്പോൾ രാഹുലിൻ്റെ കാലമായപ്പോൾ ശരിക്ക് മുടിയാൻ കാലത്തുണ്ടായ മുച്ചീർപ്പൻ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് കോൺഗ്രസ്. ആ ഒരു സത്യം ശശി തരൂർ വിളിച്ചു പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ വംശാധിപത്യത്തിന് എല്ലാ കാലത്തും ഈ കാമരാജിനെ പോലുള്ള ആളുകൾ ഇല്ലേ, ശാസ്ത്രിയെ പോലുള്ള അനുസരണശീലമുള്ള ആളുകൾ വളം വെച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരം ആളുകളെ നെഹ്റു കുടുംബം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്, ആജ്ഞാനുവർത്തികൾ എന്ന നിലയ്ക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.